ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവട്ടെ ഈ ഒരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ ഓരോരുത്തരെയും മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ നല്ല ഒരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ ആയിട്ട് വാനില എസൻസ് ഒരു 3 ഡ്രോപ്പ്, പിന്നെ മധുരം ബാലൻസ് ചെയ്യാവുന്നുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലിന് പകരം ബട്ടർ ഉരുക്കിയതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള പാൻകേക്ക്, അതുപോലെ ഡോറ കേക്ക് എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ബാറ്റർ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാവുമ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി അപ്പങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. വലിയ അപ്പം ഒരു അപ്പം കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കുഞ്ഞ് അപ്പങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ബാറ്റർ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക. എന്നിട്ട് അതിലിങ്ങനെ നിറച്ചിങ്ങനെ ബബിൾസ് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് തീ ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അപ്പം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അപ്പം എന്ന് പറയുന്നത് നമ്മൾ ഈ പാൻ കേക്കൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇനി ഈ പാൻ കേക്ക് നല്ല എന്താ പറയുക, നന്നായിട്ട് ഒന്നുകൂടി സ്പഞ്ചി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒത്തിരി സ്പഞ്ചി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ ചേർക്കാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പാൻ കേക്ക്. ഈ ഒരു പാൻ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കരുത്. അപ്പോൾ അത് അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വരുന്നവരെ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അത് കുക്ക് ചെയ്യുക. ബബിൾസ് വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് 2 ഭാഗവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടോ അല്ലാതെയോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.